ഹലോ, എൻ്റെ കയ്യിൽ നിന്ന് 2 ക്യാൻഡിൽസാണുള്ളത്. ഇതെൻ്റെ ഫ്രണ്ട് അഞ്ജു എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഭയങ്കര അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇത് ഈ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ക്യാൻഡിൽ ചുമ്മാ ഇങ്ങനെ കത്തിച്ച് വെച്ച ഒരു ലുക്ക് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ കരുതി ഇതിന് ഒരു 2 സ്റ്റാൻഡ് ഉണ്ടാക്കാം. അങ്ങനെ സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊന്നും വേണ്ടെന്നും തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ആക്രി സാധനങ്ങൾ പൊറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പെയിൻറ്റ് ബോട്ടിലാണ്. പിന്നെ അത് നമ്മുടെ കർപ്പൂരത്തിൻ്റെ ടോപ്പില്ലേ, അതാണ് യെല്ലോ കളർ. പിന്നെ നമ്മുടെ ടൈഗർ ബാമിൻ്റെ ടോപ്പ്. പിന്നെ ഒരു പ്ലാസ്റ്റിക്കാണ്, എനിക്ക് തോന്നുന്നത് കർട്ടൻ്റെ എന്തോ സംഭവമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇങ്ങനെ 4 സംഭവങ്ങൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ വെച്ച് നോക്കാം, ഏതൊക്കെ എന്തിനൊക്കെയാണ് മാച്ച് ആവുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നിയത് ആ പെയിൻറ്റിൻ്റെ ബോട്ടിലിന് ടൈഗർ ബാമിൻ്റെ ടോപ്പും മറ്റേതിന് ആ യെല്ലോ കളറും ആണ് മാച്ച് ആവാൻ തോന്നി. അങ്ങനെ ഞാനത് രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്തു. ഞാൻ ഫ്ലെക്സ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തത്. നമുക്ക് ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഫ്ലെക്സ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കൈയൊക്കെ നല്ലോണം പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം കെയർ ചെയ്തിട്ട് വേണം അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് ഒട്ടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇതൊരിക്കലൊരു ബുദ്ധിമുട്ടുള്ളൊരു ക്രാഫ്റ്റ് അല്ല. ഇത് എന്തൊക്കെ നമുക്ക് വേസ്റ്റ് ഐറ്റംസിൽ നമ്മൾ എങ്ങനെയൊക്കെ കുറച്ച് ഭംഗിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് ഉള്ളൊരു ട്രൈ ആണത്. അങ്ങനെ ഞാൻ അത് രണ്ടും കൂടി ഒരുമിച്ച് ഒട്ടിച്ചിട്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുഖച്ചായ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സ്പ്രേ പെയിൻറ്റ് ഉണ്ടായിരുന്നു, ഓൾറെഡി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അക്രിലിക് കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും, രണ്ടാണെങ്കിലും അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാൻ അത് 2 സ്പ്രേ പെയിൻ്റ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈസി അല്ലേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ക്യാൻഡിൽസ് വെച്ച് നോക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഒരു അടിപൊളി സംഭവമാണോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. കാരണം നമ്മൾ എന്ത് യൂസ്ലെസ് ആണെന്ന് വിചാരിക്കുന്ന സംഭവത്തൊന്നും നമുക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യൂ, ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ആക്കാമല്ലോ. കാണാം കേട്ടോ, ബൈ.